ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു വോയിസ് ഓവർ ബൈ രേഷ്മ. കുട്ടിക്കാലത്ത് ആണുങ്ങളെ വശീകരിച്ചു കൊണ്ടുപോയി രക്തം കുടിക്കുന്ന സുന്ദരികളായ യക്ഷികളുടെ കഥകൾ കേട്ടിട്ടില്ലേ? നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗത്തും ഇത്തരം കഥകളൊക്കെയുണ്ട്. അങ്ങനൊരു യക്ഷിയാണ് അർഡത്തിൽ ലില്ലി, അല്ലെങ്കിൽ സക്കബസ്. എന്ന് വെച്ചാൽ കല്യാണം കഴിക്കാതെ കന്യകയായി മരിച്ച യുവതിയാണ് സക്കബസ്. എന്നിട്ട് അവൾ രാത്രി പുരുഷന്മാരെ വശീകരിച്ച് അവരുമായിട്ട് ക്ഷയിച്ച് അവരെ കൊന്നുകളയും. ഈ സക്കബസിനെ ആരാധിക്കുന്ന കുറെ ഗോത്രവർഗ്ഗങ്ങളും ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ വർഷം പുറത്തിറങ്ങിയ ദ ഡിമോണസ് എന്ന സിനിമയാണ്. പിന്നെ ഈ സിനിമയിൽ കുറച്ചധികം 18+ വിഷ്വൽസ് ഉണ്ട്. അതുകൊണ്ട് 18 കഴിഞ്ഞവർ മാത്രം കാണുക എന്ന മുന്നറിയിപ്പോടെ അടുത്ത ബെല്ലോടുകൂടി നമുക്ക് ഈ സിനിമ കണ്ടു തുടങ്ങാം. അതിനു മുമ്പൊരു കാര്യം, വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരെ സിനിമയിലേക്ക് പോകാം. ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് മഞ്ഞ് മൂടിക്കിടക്കുന്ന നിഗൂഢമായ ഒരു കാടാണ്. ആ കാട്ടിലൂടെ ഒരു പെൺകുട്ടി എന്തിനെയോ കണ്ട് പേടിച്ച് വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അവള് ഒരു മരത്തിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുമ്പം പെട്ടെന്ന് അവളുടെ കയ്യിലെ വാച്ചിലെ അലാറം അടിക്കാൻ തുടങ്ങും. അത് ഓഫ് ചെയ്തിട്ട് അവള് ശബ്ദം കേട്ട് മുകളിലേക്ക് നോക്കുമ്പം അതുവരെ ആകാശത്തൂടെ പറന്നുകൊണ്ടിരുന്ന ഒരു കാക്ക പെട്ടെന്ന് അവളുടെ മുന്നിലേക്ക് മരിച്ചു വീഴും. അവളുടെ പിറകില് അവ്യക്തമായ ഒരു രൂപം നിൽക്കുന്നുണ്ടെങ്കിലും ആ പെൺകുട്ടി അത് കാണുന്നില്ല കേട്ടോ. ഇവിടെ ഇരിക്കുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കി അവിടെ കണ്ട ചുള്ളിക്കമ്പൊക്കെ നിറഞ്ഞ ഒരു ഗുഹയിൽ അവൾ ഒളിച്ചിരുന്നതും അവിടെ ഇരിക്കുന്ന ഒരു കണ്ണാടി കാണും. ആ ചുള്ളിക്കമ്പുകൾ അവളുടെ ശരീരത്തിലൂടെ പടർന്നിട്ട് അവളെ ലോക്ക് ചെയ്യും. അന്നേരം അവളുടെ കയ്യിലിരിക്കുന്ന വാച്ചും ഒരു താക്കോലും കൂടെ ആ ചുള്ളിക്കമ്പുകൾക്കിടയിൽ വീഴുന്നുണ്ട്. കണ്ണാടിയിലാണേലും ഒരു പ്രേതരൂപം അവളെ നോക്കി നാക്ക് പുറത്തേക്ക് നീട്ടിയതും പിന്നെ നമ്മൾ കേൾക്കുന്നത് അവളുടെ ഒരു അലർച്ചയാണ്. അങ്ങനെയാണ് നമ്മുടെ ഈ സിനിമ തുടങ്ങുന്നത്. ദ ഡിമോണസ്. 3 മാസങ്ങൾക്ക് ശേഷം മഞ്ഞു മൂടിക്കിടക്കുന്ന ഒരു കാട്. അവിടേക്ക് 2 ഹെലികോപ്റ്ററുകൾ വരുന്നുണ്ട്. മൂങ്ങയുടെ മുഖം മൂടി ധരിച്ച കുറെ ആളുകളാണ് ഈ ഹെലികോപ്റ്ററിൽ വന്നവരെ സ്വീകരിക്കുന്നത്. സിനിമയുടെ ആദ്യം നമ്മളൊരു പെൺകുട്ടിയെ കണ്ടില്ലേ, അവളാണ് ആദ്യം ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങുന്നത്. എന്നിട്ട് അവള് ആരും കാണാതെ കയ്യിലിരിക്കുന്ന കുപ്പിയിലെ ആ ഗുളികകൾ ആ മഞ്ഞിലിട്ടങ്ങ് മൂടും. ഈ പെൺകുട്ടിയുടെ പേര് സ്റ്റേസി എന്നാട്ടോ. കൂടെ വന്നിരിക്കുന്നത് ഭർത്താവാണ്, പേര് മൈക്കിൾ. സ്റ്റേസിയും മൈക്കിളിനെയും കൂടാതെ വേറെ 3 ഭാര്യ ഭർത്താക്കന്മാരും കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. ഇതൊരു ഐലൻഡാ. ഇവിടെ ഒരു റിസോർട്ടിൽ ദമ്പതികൾക്ക് മാത്രമായിട്ട് ഒരു റിട്രീറ്റ് പ്രോഗ്രാം ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ദാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം വേർപിരിയലിന്റെ വക്കിലെത്തി നിൽക്കുന്ന എന്നാൽ പിരിയാൻ താല്പര്യമില്ലാത്ത ദമ്പതികളുണ്ടല്ലോ, അവർക്ക് ഈ ലിറ്റിൽ ഈസ്ഡെയിൽ ഐലൻഡിലെ ഈ റിസോർട്ടിൽ വരാം. എന്നിട്ട് 3 ദിവസത്തെ ഈ റിട്രീറ്റ് പരിപാടിയിൽ പങ്കെടുക്കാം. ഇതിൽ കുറച്ച് മത്സരങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ പങ്കെടുത്ത് പരസ്പരം സ്നേഹവും വിശ്വാസവും ഒക്കെ കൂട്ടിയിട്ട് പിരിയാൻ തയ്യാറെടുത്തിരിക്കുന്നവർക്ക് കൂടുതൽ ഹാപ്പി ആയിട്ട് തിരിച്ചു പോകാം. എലീഷ എന്ന മുഖംമൂടി ധരിച്ച ഈ സ്ത്രീയാണ് ഇവിടുത്തെ റിസോർട്ടിന്റെ മാനേജർ. അവർ വന്നിരിക്കുന്ന 4 ദമ്പതികളെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തിട്ട് ഹോട്ടലിലേക്ക് കൊണ്ടുപോകും. ഈ വന്നിരിക്കുന്ന ഒരു ദമ്പതികളെ പരിചയപ്പെട്ടല്ലോ, സ്റ്റേസിയും ഭർത്താവും മൈക്കിളും. ഇവർ റൂമിലെത്തിയപാടെ മൈക്കിൾ ഒന്ന് റൊമാൻറ്റിക് ആകാൻ നോക്കുന്നുണ്ടെങ്കിലും സ്റ്റേസിക്ക് അത്ര താല്പര്യമില്ല. ഇവരെല്ലാം വന്നിറങ്ങുമ്പോൾ തന്നെ ഈ കൂട്ടത്തിലെ ആൻറ്റി സ്റ്റേസിയെ ശ്രദ്ധിക്കുന്നത് അവൾ കാണുന്നുണ്ട്. ഇത് പക്ഷേ ആൻറ്റിയുടെ ഭാര്യ ഒലിവിയ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അവനെ ഒരു നോട്ടം നോക്കും. ആൻറ്റി ആളത്ര വെടിപ്പൊന്നുമല്ല കേട്ടോ. റൂമെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പരസ്പരം പരിചയപ്പെടാനായിട്ട് എലീഷ എല്ലാവരെയും അവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്ക് വിളിപ്പിക്കും. എന്നിട്ട് അവൾ എല്ലാവരുടെയും കഴുത്തിൽ ഒരു ഈ ലൈ ഡിറ്റക്ടർ കെട്ടിക്കൊടുക്കും. ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ പരസ്പരം പരിചയപ്പെടുത്തിയിട്ട് സത്യസന്ധമായിട്ട് ഇവിടെ എന്തിനാ വന്നതെന്നുള്ള കാര്യം പറയണം. ആദ്യം സംസാരിക്കുന്നത് ആൻറ്റിയാണ്. ആൻറ്റി ഭയങ്കര അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവന് ധാരാളം കാമുകിമാരും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ ഈ ഒലിവിയെ കാണുന്നതും പിന്നീട് അതൊരു സീരിയസ് റിലേഷൻ ആയിട്ട് മാറിയിട്ട് ഇവർ വിവാഹം കഴിക്കുന്നതും. പക്ഷെ ഇപ്പം ഇവർക്കിടയിൽ ആൻറ്റിയുടെ ആ പഴയ കാമുകിമാരെ ചൊല്ലിയിട്ട് ചില ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അതൊക്കെ മാറ്റാനായിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. ആൻറ്റി അത് പറഞ്ഞു നിർത്തിയതും അവിടെ ഇരിക്കുന്ന ഒരു കണ്ണാടിയിൽ നിന്ന് നീ പറഞ്ഞതിൽ ചില കള്ളങ്ങളുണ്ടെന്ന് കേൾക്കും. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി ആ കണ്ണാടിയെ നോക്കുമ്പം ഉടനെ ഒലിവിയ സത്യം പറയും. ആൻറ്റി പഴയതൊക്കെ നിർത്തിയെന്ന് പറഞ്ഞെങ്കിലും ഒരു ദിവസം ഒരു പെണ്ണിനെയും ആൻറ്റിയെയും ഈ അടുത്ത സമയത്ത് ഒലിവിയ ഒരു ഹോട്ടൽ മുറിയിൽ നിന്ന് കൈയോടെ പിടിച്ച്. അതോടെ ഒലിവിയയ്ക്ക് ആൻറ്റിയോടുള്ള ഒരു വിശ്വാസം അങ്ങ് പോയി. അതുകൊണ്ട് വീണ്ടും എല്ലാം മറന്ന് പുതിയൊരു ജീവിതം തുടങ്ങാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അടുത്ത ദമ്പതികളാണ് ജാവിയറും ജീനും. ഇവര് പോളിയോമസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭയങ്കര മോഡേൺ ചിന്താഗതിയിലുള്ള ദമ്പതികൾ. എന്ന് വെച്ചാൽ ഭാര്യയ്ക്ക് കാമുകന്മാരുണ്ട്, അത് ഭർത്താവിനറിയാം. ഭർത്താവിന് കാമുകിമാരുണ്ട്, അതിൽ ഭാര്യയ്ക്ക് ഒരു പ്രശ്നമില്ല. പിന്നെ ഇവരെന്തിനാ ഇവിടെ വന്നേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കൊപ്പം പോയി ഇവരുടെ ആ ബന്ധം അങ്ങ് ഒരുമാതിരി കണക്ഷൻ ഇല്ലാത്ത അവസ്ഥയിലായിപ്പോയി. അതുകൊണ്ട് ഒരു 3 ദിവസം പരസ്പരം സ്നേഹിച്ച് ആ പഴയ ബോണ്ട് ഉണ്ടാക്കാനാട്ടോ വന്നിരിക്കുന്നത്. ഇനി പരിചയപ്പെടുത്തേണ്ടത് കൂട്ടത്തിലെ സുന്ദരിയായ കേറ്റിനെയും നിക്കിനെയാണ്. ഇവർ തമ്മിൽ ആദ്യമായിട്ട് കാണുന്നത് ഒരു ഫിലിം ഫെസ്റ്റിൽ വെച്ചിട്ടാണ്. പരിചയപ്പെട്ട് അധികം നാൾ കഴിയുന്നതിന് മുമ്പേ തന്നെ ഇവർ കല്യാണം കഴിക്കും.
നിക്ക് ആള് ഭയങ്കര ഇൻട്രോവേർട്ടാ. സുന്ദരിയായിട്ടുള്ള കേറ്റിനെ ആരെങ്കിലും ഒന്ന് നോക്കിയാൽ അതോടെ നിക്കിന്റെ കോൺഫിഡൻസ് പോവും. നിക്കിന്റെ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് ഇവരുടെ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രധാന കാരണം. അതുമല്ല ആള് ഭയങ്കര പൊസസീവ്നെസ്സും ജലസും ഒക്കെയാ. ഇതിനിടെ കൂടെ ജാവിയൻ കേറ്റിനോടൊന്ന് അടുക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇവർ ഈ പറഞ്ഞത് സത്യമെന്ന് കണ്ണാടി പറയും. ഇനിയുള്ളത് നമ്മുടെ നായിക സ്റ്റേസിയും ഭർത്താവും മൈക്കിളുമാണ്. മൈക്കിൾ ഒരു IT പ്രൊഫഷണലാണ്. സ്റ്റേസി ഒരു എത്നോഗ്രാഫറാണ്. എത്നോഗ്രാഫർ എന്ന് വെച്ചാൽ ഈ പുരാതന സിവിലൈസേഷൻസും പഴയ ആചാരങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുക, ബുക്ക് എഴുതുക. പക്ഷേ സ്റ്റേസിയുടെ യാത്രകളും തിരക്കുകളും ഒക്കെ കാരണം ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. എന്നാൽ പിരിയാനായിട്ട് രണ്ടുപേർക്കും അത്ര താല്പര്യമില്ല. അതുകൊണ്ട് ഇവിടെ വന്ന് കുറച്ച് ദിവസം എല്ലാ തിരക്കും ഒന്ന് മാറ്റി വെച്ച് പ്രണയിച്ച് ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കിയിട്ട് പോവാനായിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. അങ്ങനെ ഒന്നാമത്തെ ചലഞ്ച് കഴിയും. ഇനി രണ്ടാമത്തെ ചലഞ്ച് എന്താന്ന് വെച്ചാൽ ഇവർക്കെല്ലാം ഓരോ എൻവലപ്പ് കൊടുക്കും. അതിലൊരു ചോദ്യം ഉണ്ടാവും. അതിനും സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. ഈ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് കണ്ണാടിയിൽ നിന്ന് വരുന്ന ഒരു സ്ത്രീ ശബ്ദമാട്ടോ. അവരുടെ പേര് തമാർ എന്ന. ഈ സ്ത്രീയാണ് ഈ ഐലൻഡിന്റെയും ഈ റിസോർട്ടിന്റെയും ഒക്കെ ഓണർ. മൂന്നാമത്തെ ദിവസം പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് തിരികെ പോകാൻ നേരം ഇവരെ കാണാനായിട്ട് തമാർ വരും. അതുവരെ ഈ ടാസ്കുകൾക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കുന്ന ശബ്ദമായിട്ട് മാത്രമേ തമാർ ഇവരോട് സംസാരിക്കത്തുള്ളൂ. മൊത്തം 5 ചലഞ്ച് ഉണ്ടായിരിക്കും. ഇനിയുള്ളത് രണ്ടാമത്തെ ചലഞ്ചാ. ആദ്യം എൻവലപ്പ് വായിച്ച് ഉത്തരം പറയേണ്ടത് കേറ്റാണ്. അതിലെഴുതിയിരിക്കുന്ന ചോദ്യമാണെങ്കിൽ തികച്ചും പ്രൈവറ്റ് ആയിട്ടുള്ള, വേണേൽ ഈ നിമിഷം കേറ്റിനിക്കും അടിച്ചു വിരിയുന്നൊരു ചോദ്യമാണ്. നിക്കിനേക്കാൾ കൂടുതലായിട്ട് കേറ്റിനെ ആരെങ്കിലും ബെഡിൽ സന്തോഷിപ്പിച്ചിട്ടുണ്ടോ? ഇതാണ് ചോദ്യം. ചോദ്യം വായിച്ചതേ കേറ്റിന്റെ നെഞ്ചിലൊരു വെള്ളിടി അങ്ങ് വെട്ടിയിട്ടുണ്ട്. ഒന്നാമത് നിക്ക് ആളൊരു കൂറ്റൻ റെഡ് ഫ്ലാഗാ. എങ്കിലും ടെൻഷൻ പുറത്ത് കാണിക്കാതെ അവൾ ചിരിച്ചുകൊണ്ട് നിക്കാണ് എൻ്റെ ബെസ്റ്റ്, അതിപ്പം ബെഡിലായാലും ജീവിതത്തിലായാലും എനിക്ക് നിക്കാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞു തീരുമ്പോഴേ തമാറ് കണ്ണാടി വഴി നീ പറയുന്നത് പച്ചക്കള്ളമെന്ന് പറയും. ഉടനെ അവൾ അതിനെ എതിർത്തുകൊണ്ട് നിക്ക് തന്നെയാണ് ബെസ്റ്റ് എന്ന് പറയും. ഉടനെ എലീഷ, നിങ്ങൾക്കിവിടെ സത്യം മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ, ആളുടെ പേര് പറയേണ്ട, യെസ് ഓർ നോ അത് പറഞ്ഞാൽ മതി എന്ന് പറയും. ദേഷ്യം വന്ന കേറ്റ് പിന്നെ ഇത് കോടതിയാണല്ലോ സത്യം ബോധിപ്പിക്കാനെന്നും പറഞ്ഞിട്ട് അവൾ എഴുന്നേറ്റ് മുറിയിലേക്ക് പോകാൻ നോക്കുമ്പം ആ മൂങ്ങയുടെ മുഖംമൂടി ധരിച്ച അവിടുത്തെ 2 സ്റ്റാഫുകൾ അവളെ തടഞ്ഞു നിർത്തും. ഇത് കണ്ടിട്ട് വേറെ ആരും മിണ്ടുന്നില്ലേലും സ്റ്റേസിക്ക് ദേഷ്യം വരും. ഇതൊക്കെ വെരി പേഴ്സണലായിട്ടുള്ള ചോദ്യങ്ങളാ. ഇതിനൊന്നും ഇങ്ങനെ പബ്ലിക്കായിട്ട് നമ്മൾ ഉത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല. അവൾ ഇങ്ങനെ പറഞ്ഞ് കേറ്റിനെ സപ്പോർട്ട് ചെയ്യുമ്പം ഈ നിക്ക് പെട്ടെന്ന് ഇവർ ചോദിച്ചത് കേട്ടില്ലേ, അതുകൊണ്ട് നീ സത്യം പറയാൻ അയാളും പറയും. ദേഷ്യം വന്ന കേറ്റ് നിക്കല്ല ഒരുപാട് പേര് എന്നെ ഹാപ്പി ആക്കിയിട്ടുണ്ട്, മതിയായല്ലോ എന്ന് ചോദിച്ചിട്ട് തിരികെ വന്ന് ചെയറിൽ വന്നിരിക്കും. കേറ്റിന്റെ കാര്യം എന്താകുമോ എന്തോ, മിക്കവാറും ഇന്ന് രാത്രിയോട് ഇവർ ഡിവോഴ്സ് ആവും. ഇനി അടുത്തതായിട്ട് എൻവലപ്പ് തുറന്ന് ഉത്തരം പറയേണ്ടത് സ്റ്റേസിയാണ്. അവൾ ഉടനെ ഇതെന്തോ പോലീസ് ചോദ്യം ചെയ്യുന്ന പോലെ ഓരോന്ന് ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ നിർബന്ധിച്ച് ചെയ്യിക്കുന്നത്, എനിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് ഒരു താല്പര്യമില്ല, അതുമല്ല ഞങ്ങൾ ഇവിടെ വന്നത് സന്തോഷിക്കാനാ. എന്നിട്ട് അവൾ അടുത്തിരിക്കുന്ന മൈക്കിളിനോട് നീ എന്തോ ഒന്നും മിണ്ടാത്തതെന്ന് ചോദിക്കുമ്പം മൈക്കിള് അവളുടെ നേരെ തിരിയും. അവനെ കണ്ട ഒരു പ്രേതത്തെ പോലുണ്ട്. അവൻ അവളെ നോക്കി അലറിയതും സ്റ്റേസിയും പേടിച്ചലറും. രാത്രി ഇത് കണ്ടുകൊണ്ടിരുന്ന ഞാനും ഒന്ന് അലറിപ്പോയി. ഒരിക്കലും നട്ടപ്പാതിരാത്രിക്ക് പ്രേതപടം കാണരുത്, ജാഗ്രത. ബോധം വന്ന സ്റ്റേസി ഉണരുന്നത് കാടിന്റെ നടുവിൽ സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട ആ ചുള്ളിക്കമ്പ് നിറഞ്ഞൊരു ഗുഹയില്ലേ, അതിനുള്ളിലാ. ചുറ്റും കുറ്റാക്കൂരിട്ട്. പക്ഷേ അകലെ എവിടെ നിന്നോ ഒരു സ്ത്രീയുടെ അത്ര സുഖകരമല്ലാത്ത മുക്കലും മൂളലും ഞരങ്ങും ഒക്കെ കേൾക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു 18+ മുക്കലും മൂളലും ഞരങ്ങലും. അവള് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ചെല്ലുമ്പം ചുറ്റിനും ഈ ചുള്ളിക്കമ്പുകളാ. അതിലൊരു ചെറിയ പൊത്ത് കണ്ടിട്ട് സ്റ്റേസി അതിലിങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പം പെട്ടെന്നൊരു ജീവി അതിൽ നിന്ന് ശബ്ദം ഉണ്ടാക്കിയിട്ട് പുറത്തേക്ക് ചാടും. അപ്പോഴാണ് അവിടെ ഒരു ടോർച്ചും അതിനടുത്ത് ഒരു എൻവലപ്പും ഇരിക്കുന്ന സ്റ്റേസി കാണുന്നത്. ഇതാണ് മൂന്നാമത്തെ ടാസ്ക്. എത്രയും പെട്ടെന്ന് ഇവരുടെ ഭർത്താവിനെ കണ്ടുപിടിച്ചിട്ട് ഒരുമിച്ച് ഹോട്ടലിലേക്ക് ചെല്ലണം. ഭർത്താവിനെ കണ്ടുപിടിച്ചാൽ മാത്രമേ ഈ കാട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ. അതാണ് ശരിക്കുള്ള ടാസ്ക്, ഭർത്താവിനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. സ്റ്റേസി അവിടെ എല്ലാം മൈക്കിളിനെ തപ്പി നടക്കുമ്പം പെട്ടെന്നൊരു രൂപം അവളുടെ പിന്നിലൂടെ ഓടിപ്പോകുന്നുണ്ട്. പേടിച്ച സ്റ്റേസി ടോർച്ചുമായിട്ട് മുന്നോട്ട് പോകുമ്പം വീണ്ടും ഒരു സ്ത്രീയുടെ മൂക്കലും മുളലും ഞരങ്ങലും ഒക്കെ ഇങ്ങനെ കേൾക്കും. അത് ആരാന്നും ചോദിച്ച് സ്റ്റേസി ആ ശബ്ദം കേട്ടിടത്തേക്ക് പോകുമ്പം ആ ശബ്ദം വരുന്നത് ഒരു കണ്ണാടിന്നാ. പക്ഷേ കണ്ണാടിയിൽ കാണുന്നത് സ്റ്റേസിയുടെ മുഖം തന്നെ. എന്നാൽ സ്റ്റേസി മുന്നോട്ട് പോയതും കണ്ണാടിയിലെ രൂപം അവൾ പോകുന്നത് നോക്കി അവിടെ നിപ്പുണ്ട്. അല്ലെങ്കിൽ ഈ മിക്ക പ്രേതപടത്തിലും കണ്ണാടിയിൽ ഇങ്ങനൊരു സീൻ അത് നിർബന്ധ. അപ്പോഴാണ് അവിടെ ആന്റി നിൽക്കുന്നത് സ്റ്റേസി കാണുന്നത്. അവളുടനെ നീ മൈക്കിളിനെ കണ്ടോന്ന് ചോദിച്ചതും വീണ്ടും പുറകിൽ നിന്ന് ഒരു കണ്ണാടിയിൽ നിന്ന് ഒരു സ്ത്രീയുടെ ഞരക്കം കേട്ടവൾ തിരിഞ്ഞതും അവിടെ കണ്ട കാഴ്ച കണ്ടിട്ട് സ്റ്റേസി ശരിക്കും ഞെട്ടിപ്പോവും. സ്റ്റേസി മാത്രമല്ല ഞാനും ഒന്ന് ഞെട്ടിയേട്ടോ. ആ കണ്ണാടിയിൽ അവളും ആന്റിയും കൂടെ ദുരൂഹ സാഹചര്യത്തിൽ അങ്ങനെയാണോ പറയേണ്ടത്? അല്ല, കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ണാടിയിൽ എന്തോ ചെയ്യുന്നതാട്ടോ കാണുന്നത്. ഇത് കണ്ട് ആന്റി പെട്ടെന്ന് അവന്റെ ഷർട്ട് ഊരാൻ തുടങ്ങും.
ദേഷ്യം വന്ന സ്റ്റേസി കയ്യിലിരുന്ന ടോർച്ച് ആ കണ്ണാടിയിലേക്ക് എറിഞ്ഞിട്ട് അത് പൊട്ടിക്കും. അതോടെ അടുത്ത് നിന്ന ആന്റിയും അപ്രത്യക്ഷനാവും. ഇനി ഇവിടെ നിൽക്കുന്നത് ഒട്ടും പന്തിയല്ലെന്ന് മനസ്സിലാക്കിയ സ്റ്റേസി താഴെ കിടന്ന് ടോർച്ച് എടുത്തിട്ട് അവിടുന്ന് ഓടിപ്പോവും. ആന്റിയുടെ ഭാര്യ ഒലീവിയ അവിടെ തന്നെ അവനെ അന്വേഷിച്ച് നടപ്പുണ്ട്. ഈ സമയം ആന്റി ബോധമില്ലാതെ ഒരു കാട്ടിൽ കിടക്കുക. ബോധം വന്ന് അവൻ നോക്കുമ്പം അവിടെ ഒരു ബാസ്ക്കറ്റിൽ നിറയെ ആപ്പിളും അതിന് മുകളിൽ ഒരു ടോർച്ചും ഒരു എൻവലപ്പും കാണും. വിശന്ന ആന്റി ആദ്യം എന്തെങ്കിലും കഴിക്കാമെന്നും കരുതി ആ ആപ്പിൾ എടുക്കുമ്പം അത് മൊത്തം ഇങ്ങനെ പുഴുവരിച്ചിരിക്കുക. എൻവലപ്പിൽ പാർട്ട്ണറിനെ കണ്ടുപിടിച്ച് ഹോട്ടലിലെത്താൻ തന്നെ എഴുതിയേക്കുന്നത്. കേറ്റിനെ തപ്പി നടക്കുന്ന നിക്കാണേല് ദൂരെ നിന്നും കേറ്റ് ആരോടോ ഇപ്പൊ വേണ്ട വിടാൻ പറയുന്നത് കേട്ടിട്ട് ആ ഭാഗത്തേക്ക് ഓടിച്ചെന്ന് നോക്കുമ്പം കേറ്റ് ബോധമില്ലാതെ നിലത്ത് കിടക്കുന്ന കാണുന്നേ. അവൻ ഓടിച്ചെന്ന് അവളെ എഴുന്നേൽപ്പിക്കാൻ നോക്കും. സ്റ്റേസി മൈക്കിളിനെ തപ്പി നടക്കുമ്പോഴാണ് അവിടെ ഒരു ചുള്ളിക്കമ്പുകൾക്കിടയിൽ വെച്ച് ഒരു വാച്ച് കുരുങ്ങി കിടക്കുന്ന അവൾ കാണുന്നത്. അതിലൊരു ചെറിയ ഗ്ലാസ്സും ഉണ്ട്. അവൾ ആ ഗ്ലാസ് ഇങ്ങനെ ചുമ്മാ ഒരു കൗതുകത്തിന് കണ്ണിനടുത്ത് വെച്ച് ഇങ്ങനെ നോക്കുമ്പം മുൻപിൽ ഒരു പ്രേതരൂപം നിൽക്കുന്നത് കാണും. ഗ്ലാസ് മാറ്റി നോക്കുമ്പം അവിടെ ആരുമില്ല. പക്ഷേ ഗ്ലാസ്സിലൂടെ ആ രൂപത്തെ കൃത്യമായിട്ട് കാണാം. പേടിച്ച സ്റ്റേസി പുറത്തേക്ക് ഓടിയിട്ട് ഒരിടത്ത് പേടിച്ചിരിക്കുമ്പോഴാണ് അവിടെ കുരുങ്ങിക്കിടക്കുന്ന ഒരു ബ്രേസ്ലെറ്റ് അവൾ കാണുന്നത്. സ്റ്റേസിക്ക് നല്ല പരിചയമുള്ള ആ ബ്രേസ്ലെറ്റിലെ പേരും സ്റ്റേസി എന്ന് തന്നെ. ഇത് കണ്ടിട്ട് അവൾ ചുറ്റും നോക്കുമ്പം ഒരു വാച്ചിന്റെ അലാം ശബ്ദവും സ്റ്റേസി കേൾക്കും. അതും അവൾക്ക് പരിചയമുള്ള വാച്ചാ. അതെടുക്കാനായിട്ട് സ്റ്റേസി നോക്കുമ്പം പെട്ടെന്നൊരു പ്രേതക്കൈ വന്നിട്ട് അവളെ പിടിക്കും. ഉടനെ സ്റ്റേസി വാച്ചും എടുത്ത് അവിടുന്ന് ഓടിപ്പോവും. പക്ഷെ അവൾ ഓടിച്ചെന്ന് ഇടിക്കുന്നത് മൈക്കിളിനെയാണ്. അവിടേക്ക് കേറ്റിനെ താങ്ങി എടുത്തിട്ട് നിക്കും വരും. കേറ്റിനാണേലും ബോധമില്ല. ആന്റി നേരത്തെ തന്നെ ഒലിവിയെ കണ്ടുപിടിച്ചായിരുന്നു കേട്ടോ. പക്ഷെ അവനെ അവിടെ നിർത്തിയിട്ട് ഒലിവിയ ഇവരുടെ ബഹളം കേട്ടിട്ട് ഇനി ഇവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയെന്ന് കരുതി ഇവിടേക്ക് രക്ഷിക്കാൻ വന്നതാ. ഒലിവിയ ഇവരെയും വിളിച്ചിട്ട് ആന്റിയുമായിട്ട് നേരെ ഹോട്ടലിലേക്ക് ചെല്ലും. ജീനും ജാവിയറും പക്ഷെ അവിടെ ഇല്ല കേട്ടോ. അവരെവിടെ നിന്ന് ഒലിവിയ എലീഷയോട് ചോദിക്കുമ്പം ആദ്യം തന്നെ ഈ ടെസ്റ്റ് പാസ്സായിട്ട് അവർ ഹോട്ടലിലെത്തിയെന്ന് പറയും. ഇവിടുത്തെ ഈ രീതികളൊന്നും ഇവർക്ക് ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. സമാധാനം പ്രതീക്ഷിച്ചു വന്ന് ഇവർക്കിപ്പം ഉള്ള സമാധാനവും കൂടി പോകുന്ന അവസ്ഥയാണ്. സ്റ്റേസിക്ക് ഡിന്നറിന് ഇവർ ആ വിളമ്പിയ ഭക്ഷണത്തിലും ജ്യൂസിലും ഒക്കെ ഇവരെന്തോ ചേർത്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ നല്ല ഉറപ്പാണ്. അവൾ അതിനെക്കുറിച്ച് ചോദിക്കുമ്പം ഈ കാട്ടിൽ മാത്രം വളരുന്നൊരു പ്രത്യേകതരം ചെടിയുണ്ട്. അത് ഇവിടെ ഉള്ളവർ ബോഡിയും മൈൻഡും ഒക്കെ ശുദ്ധമാക്കിയിട്ട് അത് ഡീടോക്സ് ചെയ്യിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതാണ് ഇവരുടെയും ഭക്ഷണത്തിൽ ചേർത്തത്. അതുകൊണ്ട് ഉള്ളിലുള്ള ദുഷിപ്പും ഈ ആവശ്യമില്ലാത്ത ചിന്തകളും എല്ലാം പുറത്തു പോയിട്ട് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് മനസ്സും ശരീരവും ശുദ്ധമാകാനാണ് അങ്ങനെ ചെയ്തതെന്ന് എലീഷ പറയുമ്പം പക്ഷേ മൈക്കിളിന് ദേഷ്യം വരും. ഒന്നാമത് സ്റ്റേസി ചില മരുന്നുകൾ കഴിക്കുന്നുണ്ട്. ഇമാതിരി സാധനങ്ങൾ കഴിച്ചാൽ ആ മരുന്നിന്ന് വല്ല റിയാക്ഷനും വന്നാലോ എന്ന് അവൻ ചോദിക്കുമ്പം നിക്ക് കേറ്റിനെ നോക്കിയിട്ട് ഇവക്കാണേലും ബോധം പോലും ഇല്ലെന്ന് പറഞ്ഞ് അവനും ദേഷ്യപ്പെടും. ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല, പേടിക്കണ്ടെന്ന് എലീഷ അവരെ ആശ്വസിപ്പിച്ച് അകത്തേക്ക് കൊണ്ടുപോകും. ഇനി അല്ലെങ്കിലും 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ. തിരികെ റൂമിലെത്തിയ ആന്റി ആണേല് ഒലീവിയെ ഒന്ന് സ്നേഹിക്കാനായിട്ട് നോക്കുമ്പം അവക്കൊട്ടും താല്പര്യമില്ല. അവക്കിപ്പോഴും ആന്റിയെ വിശ്വാസമില്ല. അതാ കാര്യം. നിന്നോട് ഞാൻ ഇനി ഒരിക്കലും ചതിക്കത്തില്ലെന്ന് ഉറപ്പ് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് നിന്നെ കാണാഞ്ഞിട്ട് ഞാൻ ഇന്ന് ഒരുപാട് പേടിച്ച് നിനക്ക് എന്തെങ്കിലും പറ്റുമെന്ന് കരുതിയാണ് ഞാൻ ഓടി വന്നേന്നൊക്കെ ഓരോന്ന് പറയുമ്പം ഒലീവിയയുടെ മനസ്സ് മാറാൻ തുടങ്ങും. അങ്ങനെ അവളും സ്നേഹിക്കാൻ തുടങ്ങി. കുറച്ച് കഴിയുമ്പം കണ്ണാടിയിൽ ആന്റി ഒലീവിയ കൂടാതെ സ്റ്റേസിയം കാണാൻ തുടങ്ങും. അവൻ കണ്ടത് തന്നെ ഒലീവിയം കാണും. അവൾ ഞെട്ടി എഴുന്നേറ്റ് ബെഡിൽ നോക്കുമ്പം അവിടെ ആരുമില്ല. ഇതെന്താ പറ്റിയെന്ന് അവൾ അന്തം വിട്ട് ചുറ്റും നോക്കുമ്പോഴാണ് ജനലിനടുത്ത് സ്റ്റേസി നിന്ന് ഇവരെ നോക്കുന്നത് ഒലീവിയ കാണുന്നത്. അതോടെ അവർക്കിടയിൽ പ്രശ്നം തുടങ്ങും. അവൾ ഉടനെ നീയും ആ പെണ്ണുമായിട്ട് എന്തോ ബന്ധം, നീ വന്നിറങ്ങുമ്പോഴും അവളെ നോക്കി വെള്ളം ഇറക്കുന്നത് ഞാൻ കണ്ടെന്നും പറഞ്ഞിട്ട് വഴക്കിടാനായിട്ട് തുടങ്ങും. ശരിക്കും സ്റ്റേസി ഈ സമയം എന്തെടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവള് മൈക്കിളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. നീ അവിടെ ഒരു കണ്ണാടിയിൽ എന്താ കണ്ടേന്ന് സ്റ്റേസി ചോദിക്കും. ഉടനെ മൈക്കിള് സത്യസന്ധമായിട്ട് ജീൻ എന്ന് പറയുന്ന ആ സ്ത്രീ ഇല്ലേ, അവരും ഞാനൂടി മോശമായ രീതിയിൽ ഓരോന്ന് ചെയ്യുന്നതാണ് കണ്ടത്. അത് കണ്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. പക്ഷേ ഈ സ്ഥലത്തിന് എന്തോ കുഴപ്പമുണ്ട്, നീ എന്താ കണ്ടേന്ന് ചോദിക്കും. ഉടനെ സ്റ്റേസി ഞാൻ കണ്ണാടിയിൽ എന്നെ മാത്രമാണ് കണ്ടതെന്ന് കള്ളം പറയും. മൈക്കിളിനാണേൽ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയാൽ മതി, നമുക്ക് നാളെ രാവിലെ തന്നെ ഇവിടുന്ന് പോകാം, ഈ സ്ഥലം അത്ര ശരിയല്ലെന്ന് അവൻ പറയുമ്പം സ്റ്റേസി അത് സമ്മതിക്കത്തില്ല. അപ്പോഴാണ് സ്റ്റേസി എന്തിനാണ് മൈക്കിളിനെ കൊണ്ട് ഇവിടെ വന്നതെന്നുള്ള സത്യം അവൾ പറയുന്നത്. സ്റ്റേസിക്ക് ഒരു സഹോദരിയുണ്ട്, മെലീസ. അവളാണെങ്കിൽ ഈ നാട്ടിൽ 3 മാസങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവളെപ്പറ്റി ഒരറിവുമില്ല. മെലീസയെ തിരക്കി അവളെ കണ്ടുപിടിക്കാനാണ് സ്റ്റേസി ഇവിടെ വന്നതെന്ന് കേട്ടതും മൈക്കിളിന് ദേഷ്യം വരും. അവൻ ഇവിടെ വന്നത് സ്റ്റേസിക്കൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ കുറ്റാന്വേഷണം നടത്താനൊന്നുമല്ല. അപ്പോഴാണ് സ്റ്റേസി അവൾക്ക് ചുള്ളിക്കമ്പുകൾക്കിടയിൽ നിന്ന് കിട്ടിയ ആ ബ്രേസ്ലെറ്റും വാച്ചും അവനെ കാണിക്കുന്നത്. ഇത് നിന്റെ അല്ലേ എന്ന് അവൻ ചോദിക്കുമ്പം സ്റ്റേസി പണ്ട് മെലീസയ്ക്ക് ഇടാനായിട്ട് കൊടുത്തിരുന്നതായതെല്ലാം. എന്തായാലും അവളെ കാണാതായിട്ടിപ്പം 3 മാസമായി. അതുകൊണ്ട് അവളെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അറിഞ്ഞിട്ടേ ഇനി ഇവിടുന്ന് പോകുന്നുള്ളെന്ന് സ്റ്റേസി പറയുമ്പം ഇത്തവണ മൈക്കിളിന് ശരിക്കും ദേഷ്യം വരും.
മൈക്കിളിനാണേലും മെലീസയെ ഒട്ടും ഇഷ്ടമില്ല. അവക്കാണെങ്കിലും ഓരോ മാസവും ഓരോ കാമുകന്മാരാ. ഇപ്പൊ ആരോ ആയിട്ടോ 3 മാസമായിട്ട് അവളുടെ കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് അവനെ മടുക്കുമ്പം അതും പറഞ്ഞ് വീട്ടിലേക്ക് വന്നോളൂ എന്ന് മൈക്കിൾ പറയുമ്പം അത് ഇഷ്ടപ്പെടാതെ സ്റ്റേസി അവനോട് വഴക്കിട്ടിട്ട് പുറത്തേക്ക് പോകും. മൈക്കിൾ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. സ്റ്റേസിയുടെ ഇരട്ട സഹോദരിയ മെലീസ. അവക്കാണെങ്കിൽ എപ്പോഴും പുതിയ പുതിയ ബോയ് ഫ്രണ്ട് കാണും. എന്നിട്ട് ബ്രേക്കപ്പ് ആകുമ്പം അതും പറഞ്ഞ് കരഞ്ഞിട്ട് ഒരാഴ്ച സ്റ്റേസിയുടെ വീട്ടിൽ വന്ന് താമസിക്കും. അടുത്ത ആളെ കിട്ടുമ്പം സ്റ്റേസിയോട് പോലും ഒരു വാക്കും പറയാതെ അവൾ ഇറങ്ങി പോവുകയും ചെയ്യും. ദേഷ്യപ്പെട്ട് മുറിക്ക് പുറത്തിറങ്ങുമ്പോഴാണ് ആ റിസോർട്ടിലെ ഒരു സ്റ്റാഫ് ഒരു രഹസ്യ മുറിയിലേക്ക് പോകുന്നത് സ്റ്റേസി ശ്രദ്ധിക്കുന്നത്. മെലീസയ്ക്ക് ഇവിടെ വെച്ച് എന്തോ അപകടം പറ്റിയെന്നുള്ള കാര്യം സ്റ്റേസിക്ക് അവളുടെ ബ്രേസ്ലെറ്റും കൂടെ കിട്ടിയതോടെ ഉറപ്പായിട്ടുണ്ട്. സ്റ്റേസി കരുതുന്നത് സത്യം കേട്ടോ. ഈ സിനിമയുടെ തുടക്കത്തിൽ സ്റ്റേസി കാട്ടിലൂടെ ഓടുന്നതും ചുള്ളിക്കമ്പ് കയ്യിൽ മുറുകുന്നതും ഒക്കെ നമ്മൾ കണ്ടായിരുന്നല്ലോ. അത് ശരിക്കും സ്റ്റേസി അല്ല, അത് മെലീസയാ. ഇരട്ടകളായോണ്ട് രണ്ടുപേരും കാണാൻ ഒരേപോലെ തന്നെ. ഇനി നിക്കിന്റെയും കേറ്റിന്റെയും കാര്യം എടുത്താൽ നിക്കാണേല് ഡിന്നറിന്റെ സമയം തൊട്ട് കേറ്റിനോട് ഇങ്ങനെ ദേഷ്യം കയറിയിരിക്കുക. പക്ഷേ ഇപ്പം കേറ്റിനാണേലും തീരെ വയ്യ. എന്നിട്ടും ദേഷ്യം സഹിക്കാൻ വയ്യാതെ അയാൾ കേറ്റിനോട് നീ നേരത്തെ ഏതവന്റെ കൂടായിരുന്നു എന്ന് ചോദിക്കും. ഇത് കേട്ട് കേറ്റ് പ്ലീസ് എനിക്കിപ്പം വഴക്കിടാനോ തർക്കിക്കാനോ വയ്യാന്ന് പറയുമ്പോഴും നിനക്കിപ്പം എത്ര ആണുങ്ങളുമായിട്ട് അടുപ്പമുണ്ട്, ഏതവനാ നിന്നെ എന്നേക്കാൾ കൂടുതൽ സന്തോഷിപ്പിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് അബ്യൂസീവായിട്ട് സംസാരിക്കാൻ തുടങ്ങും. അവൾ എന്തൊക്കെ പറഞ്ഞിട്ടും നിക്ക് പിന്നെയും പിന്നെ അവളെ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അവൻ പോയതും കേറ്റ് കരഞ്ഞോണ്ട് എഴുന്നേറ്റ് അവളുടെ കഴുത്തിന് പിന്നിൽ നോക്കും. അവിടെ എന്തോ കൊണ്ട് മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാണെങ്കിലും വല്ലാതെ ഇൻഫെക്റ്റഡ് ആയിട്ടുമുണ്ട്. കേറ്റിന് നേരത്തെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എല്ലാവരും കണ്ണാടിയിൽ കണ്ട പോലെ മോശമായ കാര്യം തന്നെയാണ് കേറ്റും കണ്ടത്. അവളും ജാവിയറും കൂടെ ഒരുമിച്ച് അറിയാലോ. പക്ഷേ ബാക്കിയുള്ളവരെ പോലെ കേറ്റ് അത് കണ്ടിട്ട് തിരിയുമ്പം ജാവിയറിനെ കണ്ട് ഒഴിഞ്ഞു മാറാതെ ആ കണ്ട പോലെ തന്നെ അവനൊപ്പം പെരുമാറും. ആ സമയം കേറ്റിന്റെ കഴുത്തിൽ ഒരു ചുള്ളിക്കമ്പും കൊള്ളും. അതുകൊണ്ടാണ് അവളിപ്പം വിടാൻ പറഞ്ഞത്. അത് കൃത്യമായിട്ട് നിക്ക് കേട്ടിട്ടുമുണ്ട്. കേറ്റ് അത് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് വാതിൽ ആരോ മുട്ടുന്നത്. അവൾ വാതിൽ തുറന്നതും എന്തിനോ കണ്ട് പേടിക്കുന്നുണ്ട്. അതേസമയം തന്നെ അവളുടെ ജനലിന്റെ ഗ്ലാസും പൊട്ടും. കേറ്റിനോട് ദേഷ്യപ്പെട്ടിറങ്ങിപ്പോയ നിക്ക് തിരികെ വന്ന് റൂമിൽ നോക്കുമ്പം അവിടെ കേറ്റിനെ കാണുന്നുമില്ല. അവൻ അവിടെ മൊത്തം അവളെയും തപ്പി നടക്കുക. ഒലീവിയ ഇത് കണ്ടിട്ട് എന്താ പറ്റിയെന്ന് ചോദിക്കും. അന്നേരവും നിക്കിന് കേറ്റിനി ആർക്കെങ്കിലും പോയിട്ടുണ്ടോ എന്ന് അറിയേണ്ടത്. അവൻ ആ കാര്യം അതേപോലെ തന്നെ ഒലിവിയോട് ചോദിക്കും. എന്റെ ഭാര്യ കേറ്റ് ഇനി നിന്റെ ഭർത്താവിന്റെ കൂടെ മുറിയിലെങ്ങാനും ഉണ്ടോന്ന്. അത് കേട്ടുകൊണ്ടാണ് എലീഷ വരുന്നത്. കേറ്റ് ഇവരുടെ സ്റ്റാഫിനൊപ്പം മെഡിക്കൽ റൂമിലുണ്ട്. മുറിയിൽ വെച്ച് നിക്ക് അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതും ടാസ്കിനിടയിൽ അവൾക്ക് ചെറിയൊരു മുറിവ് പറ്റിയായിരുന്നല്ലോ. അത് പരിശോധിക്കാനും ഒക്കെ വേണ്ടിയിട്ട് കേറ്റിനെ ഇവരുടെ മെഡിക്കൽ റൂമിലാക്കിയിരിക്കുക. ഇനിയിപ്പം നാളെ മാത്രമേ അവളെ കാണിക്കത്തുള്ളൂ. എനിക്ക് എന്റെ ഭാര്യ ഇപ്പൊ കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് നിക്ക് ബഹളം വെക്കുന്നുണ്ടെങ്കിലും ഇനി നീ കൂടുതൽ ഷോ ഇറക്കിയ കേറ്റിനെ ഉപദ്രവിച്ചുകൊണ്ട് പോലീസിനെ വിളിക്കും. ഇനിയും അവളെ ഉപദ്രവിക്കാനായിട്ട് നിന്റെ മുറിയിലേക്ക് എന്തായാലും ഇന്ന് വിടത്തില്ല. അതുമല്ല ഗസ്റ്റിന്റെ ജീവന് ഞങ്ങളുടെ ബാധ്യതയാണെന്ന് സ്ട്രിക്റ്റ് ആയിട്ട് എലീഷ പറയും. മിക്കവാറും ഇവർ പറഞ്ഞ പോലെ പോലീസ് വന്നാൽ പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കിയ നിക്ക് തൽക്കാലത്തേക്ക് ഒന്ന് ഒതുങ്ങിയിട്ടങ്ങ് മുറിയിലോട്ട് പോകും. ഇനിയാണ് ഉറങ്ങിക്കിടക്കുന്ന സ്റ്റേസിയുടെ ശരിക്കുമുള്ള പാസ്റ്റ് ഇവരെന്തിനിവിടെ വന്നേന്നൊക്കെയുള്ള കാരണവും കാണിക്കുന്നത്. സ്റ്റേസിയും മൈക്കിളും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാ. അവരുടെ വിവാഹ വാർഷികം പ്രമാണിച്ചിട്ട് മൈക്കിൾ ആണെങ്കിൽ ലീവ് എടുത്ത് സ്വന്തമായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ സെറ്റ് ചെയ്യുമ്പോഴാണ് സ്റ്റേസിയെ അവളുടെ പ്രൊഫസർ വിളിച്ചിട്ട് കോളേജിലേക്ക് ചെല്ലാൻ പറയുന്നത്. ഉടനെ അവൾ ഇന്നവരുടെ ആനിവേഴ്സറി ആണെന്ന് പോലും ശ്രദ്ധിക്കാതെ കോളേജിലേക്ക് പോകാൻ ഇറങ്ങും. സ്റ്റേസിക്ക് എപ്പോഴും അവളുടെ ജോലിയാട്ടോ വലുത്. എന്നാലും അവളോടുള്ള ആ ഒരു ഇഷ്ടം ഒന്നുകൊണ്ട് മാത്രം മൈക്കിള് വഴക്കിടാതെ ഇതെല്ലാം സഹിക്കുമായിരുന്നു. പക്ഷെ ഇത്തവണ അവന്റെ കൺട്രോൾ പോവും. ഒരുമിച്ചിരുന്ന് ഭക്ഷണമെങ്കിലും കഴിച്ചിട്ട് പോയി എല്ലാം റെഡിയാക്കിയെന്ന് അവൻ പറയുമ്പോഴേക്കും പോയിട്ട് വന്നിട്ട് നമുക്കത് ചൂടാക്കി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവളങ്ങ് ഇറങ്ങിപ്പോവും. ഇതൊക്കെ ആലോചിച്ച് കിടക്കുമ്പോഴാണ് പെട്ടെന്ന് നിലത്താരോ കുത്തി വരയ്ക്കുന്ന പോലൊരു ശബ്ദം സ്റ്റേസി കേൾക്കുന്നത്. അവൾ ഉടനെ അതെന്താണെന്നറിയാനായിട്ട് പുറത്തിറങ്ങി നോക്കും. പുറത്തിറങ്ങിയ സ്റ്റേസി കാണുന്നത് ഒരു സ്ത്രീ നിലത്തിരുന്നിട്ട് തറയിൽ കുത്തി വരയ്ക്കുന്നതാണ്. ആ രൂപം പതിയെ എഴുന്നേറ്റ് സ്റ്റേസിയെ നോക്കിയതും അവൾ പേടിച്ച് തിരിഞ്ഞോടും. പക്ഷേ സ്റ്റേസി വീഴുന്നത് റിസോർട്ടിന്റെ വേറൊരു ഭാഗത്തേക്കാ. അവിടെയും ഒരു സ്ത്രീ ഇരുന്ന് ബുക്കിൽ എന്തൊക്കെയോ ഇങ്ങനെ കുത്തി കുത്തി വരച്ചുകൊണ്ടിരിക്കുക. ഉടനെ സ്റ്റേസി ആ രൂപത്തെ സ്റ്റേസി എന്ന് വിളിക്കുമ്പം അതൊരു കുട്ടി പിശാച. അതുടനെ നിന്റെ സ്റ്റേസി മരിച്ചെന്ന് പറയും. ഉടനെ സ്റ്റേസി കിടക്കയെന്ന് ഞെട്ടി എഴുന്നേക്കും. അവൾ ഇത്രയും നേരം കണ്ടതെല്ലാം സ്വപ്നമായിരുന്നു. ഇമാതിരി സ്വപ്നം കണ്ട ദൈവത്തെ വിളിച്ച് തലവഴി പുതപ്പിട്ട് കിടക്കാനുള്ളതിന് പകരം അവള് ഒരാശ്വാസത്തിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങും. അപ്പോഴാണ് ഓപ്പോസിറ്റ് മുറിയുടെ വാതിൽ തുറന്ന് ആന്റിയും പുറത്തേക്ക് വരുന്നത്. നിനക്ക് പാതിരാത്രി ഉറക്കമില്ലയോ എന്ന് അവള് ചോദിക്കുമ്പം നീ എന്തിനാ ജനല് വഴി എത്തി നോക്കിയേ, ഒലീവിയ അത് കണ്ടിട്ട് വലിയ പ്രശ്നമായെന്ന് ആന്റി അവളോട് തിരിച്ചു പറയും. ഇവൻ എന്താ പറയുന്നതെന്ന് സ്റ്റേസിക്ക് മനസ്സിലാവത്തില്ല. ഉടനെ ആന്റി അത് വിട്, നിനക്ക് എന്നോട് എന്തെങ്കിലും അടുപ്പം ഉണ്ടായിരുന്നില്ല, ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ വേണ്ടി അത് ഹാൻഡിൽ ചെയ്യാനെന്ന് അവൻ പറയുമ്പം ഇവൻ ഇനി നേരത്തെ കാട്ടിൽ വെച്ച് സ്റ്റേസി കണ്ട അതേ കാര്യം കണ്ടിട്ട് അത് തെറ്റിദ്ധരിച്ച് അടുപ്പം ഉണ്ടാക്കുവാന്ന് മനസ്സിലാക്കിയിട്ട്
അവള് നീ കണ്ണാടിയിൽ കണ്ടതൊക്കെ നിന്റെ വെറും തോന്നല, അതിലൊരു സത്യവും ഇല്ല, ഇവരെന്തോ കലക്കി തന്നിട്ട് നമ്മുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ നോക്കിയാന്ന് പറയും. പക്ഷേ ആന്റി കണ്ടത് കണ്ണാടിയിലോട്ടുള്ള കാഴ്ചയല്ല, നേരിട്ട് സ്റ്റേസി നിൽക്കുന്ന അവൻ കണ്ടത്. ഇതൂടി കേട്ടതോടെ ഇതൊരു സാധാരണ സ്ഥലമല്ലെന്ന് സ്റ്റേസിക്ക് മനസ്സിലാവും. അവൾ ഉടനെ ആന്റിയുടെ തെറ്റിദ്ധാരണ മാറ്റാനായിട്ട് അവള് കണ്ണാടിയിൽ കണ്ടതും ആന്റി മുന്നിൽ വന്ന് നിന്നതും പറയുമ്പം ഇത്തവണ ആന്റി ഞെട്ടും. എന്നാലും കിട്ടിയ അവസരം ഒന്ന് മുതലാക്കാനായിട്ട് ആന്റി അവളെ ചേർത്ത് പിടിച്ചിട്ട് നീ പേടിക്കണ്ട, എല്ലാം നമ്മുടെ മനസ്സിന്റെ തോന്നലായിരിക്കും എന്ന് പറയും. ഇവർ ഈ സംസാരിക്കുന്നത് അവ്യക്തമായിട്ട് ഉറങ്ങിക്കിടക്കുന്ന മൈക്കിൾ കേൾക്കും. അവൻ നോക്കുമ്പോൾ കാണുന്നത് സ്റ്റേസിയും ആന്റിയും കൂടെ ചേർന്ന് നിൽക്കുന്നതാ. അവൻ ഉടനെ ഇപ്പൊ ഒരു സീൻ ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് ആ ദേഷ്യത്തിൽ കർട്ടനിടും. പക്ഷേ അടുത്ത് വന്ന ആന്റിയെ സ്റ്റേസി തള്ളി മാറ്റിയത് മൈക്കിൾ കണ്ടതുമില്ല. ആന്റിയുടെ പെരുമാറ്റം ഇഷ്ടപ്പെടാത്ത അവൾ നേരെ മുറിയിലോട്ട് പോകും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുന്ന ഒലീവിയ ആന്റിയെ ശ്രദ്ധിക്കാതെ നേരെ നിക്കിന്റെ അടുത്ത് എന്നിട്ട് കേറ്റിനെ കണ്ടോ, അവക്കിപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. നിക്ക് ഇതുവരെ കേറ്റിനെ കണ്ടിട്ടില്ല. അപ്പോഴാണ് സ്റ്റേസി അവിടേക്ക് വരുന്നത്. അവളാന്നേലും ഉണരുന്നതിന് മുമ്പേ തന്നെ മൈക്കിള് ഒറ്റയ്ക്കിങ്ങി വന്ന് നീ എന്താ എന്നെ വിളിക്കാഞ്ഞെന്ന് അവൾ ചോദിക്കുമ്പോൾ മൈക്കിള് ദേഷ്യത്തോടെ ഇന്നലെ നീ ഇവനും കൂടി ചെയ്തതെന്താന്ന് ഞാൻ കണ്ടെന്ന് പറയും. ഇത് ഒലീവിയയും അവിടെ ഇരിക്കുന്ന ബാക്കിയുള്ള എല്ലാവരും കേൾക്കുന്നുണ്ട്. നീ കരുതുന്ന പോലല്ല കാര്യങ്ങളെന്ന് അവൾ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കുമ്പം മൈക്കിള് നിന്നെ കാണുന്ന പോലും എനിക്കിപ്പോൾ വെറുപ്പാണെന്ന് പറയും. അപ്പോഴേക്കും അടുത്ത ടാസ്കുമായിട്ട് മൂങ്ങാമുഖമൂടികളെത്തും. ഇന്ന് രാത്രി ഇവിടെ ഒരു പ്രത്യേക പാർട്ടിയുണ്ട്. അത് കഴിയുന്നതോടെ എല്ലാവരും ഹാപ്പിയാവും. പിറ്റേന്ന് തമാറിനെയും കണ്ടിട്ട് സന്തോഷത്തോടെ പിരിയാം. ഇന്നത്തെ ടാസ്ക് എന്താന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും എൻവലപ്പിൽ ആരുടെ പേരാണോ കിട്ടുന്നത് വൈകുന്നേരം വരെ അവരൊരുമിച്ച് സമയം ചെലവഴിക്കണം. കേറ്റ് ഇപ്പോഴും ഓക്കെ ആയിട്ടില്ലാത്തതുകൊണ്ട് അവൾ പങ്കെടുക്കുന്നില്ല. അതുമല്ല ജാവിയറിനും ചില ആരോഗ്യ പ്രശ്നമുണ്ട്. അത് കാരണം അവനും ഈ ടാസ്കിലില്ല. ഇതിനിടെ എലീഷയുടെ ബെൽറ്റിൽ കിടക്കുന്ന ആ ഒരു കീയിലാണ് സ്റ്റേസിയുടെ ശ്രദ്ധ. അവക്ക് ആ കീ കിട്ടിയാലേ അവിടുത്തെ രഹസ്യ മുറിയിൽ കയറി പരിശോധിക്കാൻ പറ്റൂ. ഒലീവിയയ്ക്ക് കിട്ടിയ പേര് നിക്കിന്റെയാണ്. ആന്റിക്കാണെങ്കിലും അത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ആന്റിക്ക് സ്റ്റേസിക്കൊപ്പം പോകണം. മൈക്കിള് ജീനിനൊപ്പം ഇന്ന് പാർട്ടി നടക്കുന്നത് വരെ സമയം ചെലവഴിക്കണം. അവർക്ക് ആ സമയത്ത് എന്ത് വേണേലും ചെയ്യാട്ടോ. ജീനും മൈക്കിളൂടെ പുറത്തിറങ്ങി നടക്കുമ്പം ജീനാണേലും മൈക്കിളിനെ ഒന്ന് കിസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ അത് ഇഷ്ടപ്പെടാതെ മൈക്കിൾ അവളെ തടയും. എനിക്ക് സ്റ്റേസി അല്ലാതെ വേറൊരു സ്ത്രീയെ തൊടുന്നത് ഇഷ്ടമല്ലെന്ന് അവൻ തുറന്നു പറയുമ്പോഴാണ് ജീൻ അവളെക്കുറിച്ചുള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ട് അവനോട് പറയുന്നത്. ജീനും ജാവിയറും തമ്മിൽ വിവാഹം കഴിച്ച ശേഷമാണ് ജാവിയറിന്റെ ഈ സ്വഭാവം ജീൻ അറിയുന്നത്. അവക്ക് മറ്റു പുരുഷന്മാരെ ഒന്നും ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ജീനിനെ ജാവിയർ നിർബന്ധിച്ചാണ് ഓരോന്ന് ചെയ്യിക്കുന്നത്. ജാവിയറിനോടുള്ള ആ ഒരു ട്രോമ ബോണ്ടിങ് കാരണമാണ് അവൾ അവനെ കളഞ്ഞിട്ട് പോകാത്തത്. ജീനു ആഗ്രഹിക്കുന്നത് മൈക്കിളിനെ പോലെ ഒരാളെയോ. നിക്കിനൊപ്പം പോയ ഒലീവിയയുടെ കാര്യമോ കഷ്ടം. നിക്ക് സംശയരോഗത്തിന്റെ കിഴങ്ങ. അവനാണേല് ആ ദുഷിപ്പ് ഒലീവിയയുടെ മനസ്സിലും കുത്തിവെക്കാൻ നോക്കും. ആ സ്റ്റേസിയും നിന്റെ ഭർത്താവും ഇന്നലെ രാത്രി എന്തോ ചെയ്തെന്ന് അവളുടെ ഭർത്താവ് മൈക്കിൾ കണ്ടെന്ന് അയാള് എല്ലാരും കേൾക്ക ഉറക്കെ പറഞ്ഞില്ലേ. അവരാദ്യമായിട്ടൊന്നും ആയിരിക്കത്തില്ല നിന്നെ ചതിക്കുന്നത്. ആ കാട്ടി വെച്ചും അവര് തമ്മിൽ എന്തേലുമൊക്കെ നടന്നിട്ടുണ്ടാവും. ഇത് കേട്ട് ഒലിവിയ അങ്ങനൊന്നും കാണത്തില്ല, ആന്റി പാവുക, അന്ന് അവനൊരിക്കൽ അബദ്ധം പറ്റുകയെന്ന് പറഞ്ഞിട്ട് ആന്റിയെ ന്യായീകരിക്കാൻ നോക്കുമ്പം നീ ഒരു തവണ മാത്രമായിരിക്കും അവനെയും കാമുകയും കൈയോടെ പിടിച്ചത്. പക്ഷേ നീ അറിയാത്ത എത്ര ബന്ധങ്ങൾ അവൻ അന്നുണ്ടായിരുന്നു കാണും. ഇപ്പോഴും അവൻ നിന്നെ ചതിച്ചുകൊണ്ടിരിക്കുക. നീയും ഞാനും ഒക്കെ ഒരേ തൂവൽ പക്ഷികളാ. എന്റെ ഭാര്യ കേട്ടുണ്ടല്ലോ, അവളും നിന്റെ ഭർത്താവും ഒക്കെ ഒരേ തരക്കാരാ. അതുകൊണ്ട് നമ്മളെ ചതിച്ച അവരെ നമുക്ക് തിരിച്ചു ചതിക്കുന്നതിൽ ഒരു തെറ്റുമില്ലെന്നും പറഞ്ഞിട്ട് ഒലീവിയെ കെട്ടിപ്പിടിക്കാൻ നോക്കുമ്പം അവൾ അവനെ തള്ളിമാറ്റും. എന്നിട്ട് എനിക്കൊരിക്കലും ആന്റിയെ ചതിക്കാൻ പറ്റത്തില്ല, എനിക്ക് പ്രതികാരം ചെയ്യേണ്ടെന്നും പറഞ്ഞിട്ട് അവൾ ദേഷ്യപ്പെടും. ഇനി ആന്റിയുടെയും സ്റ്റേസിയുടെയും കാര്യം എടുത്താൽ അവര് നേരെ ഹോട്ടലിനകത്തേക്ക് പോകുന്നത് കണ്ടിട്ട് ആന്റിയുടെ മനസ്സിലാണെങ്കിൽ കുറെ ലഡു പൊട്ടും. അവൻ സന്തോഷത്തോടെ അവളെ ഫോളോ ചെയ്യുമ്പം അവള് 11-ാം നമ്പർ മുറി തുറന്നിട്ട് നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പം വരാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറും. ഈ മുറിയിലാണ് നേരത്തെ മെലീസ താമസിച്ചിരുന്നത്. കളഞ്ഞു കിട്ടിയ ബ്രേസ്ലെറ്റിൽ ഈ മുറിയുടെ കീ ഉണ്ടായിരുന്നു കേട്ടോ. അകത്ത് മൊത്തം പൊടി പിടിച്ചു കിടക്കുക. ആ മുറിയിൽ മെലീസ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള പെട്ടി കിട്ടും. സ്റ്റേസി അത് തുറന്നു നോക്കുമ്പം ആ രഹസ്യ മുറിയുടെ പടം വരച്ചൊരു പേപ്പറിൽ ഒരു കുപ്പി പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ കുപ്പിയിലാണേൽ എന്തോ ലിക്വിഡും ഉണ്ട് കേട്ടോ. അതെന്താന്ന് സ്റ്റേസിക്കും അറിയത്തില്ല. അപ്പോഴാണ് ആന്റി അകത്തേക്ക് വരുന്നത്. നീ ഈ പൊടി പിടിച്ച മുറിയിൽ എന്തെടുക്കുമെന്ന് അവൻ ചോദിക്കുമ്പോഴാണ് സ്റ്റേസി അവളുടെ ഇങ്ങോട്ടുള്ള വരവിന്റെ ഉദ്ദേശം ആന്റിയോട് പറയുന്നത്. സഹോദരി മിസ്സിംഗ് ആണെങ്കിൽ പോലീസിൽ അറിയിക്കാത്തത് എന്താന്ന് ആന്റി ചോദിക്കുമ്പം പോലീസിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിലും അവൾ മിസ്സിംഗ് ആയതിന് തെളിവൊന്നുമില്ല, കുറച്ച് നാൾ കഴിഞ്ഞെങ്കിൽ വന്നോളൂ എന്നും പറഞ്ഞിട്ട് പോലീസ് അത് അന്വേഷിക്കുന്നുമില്ല. ഇവിടെ ആണെങ്കിലും കപ്പിൾസ് മാത്രമല്ലേ വരത്തുള്ളൂ. ആ സ്ഥിതിക്ക് അവക്കൊപ്പം വന്ന ആളെക്കുറിച്ച് തിരക്കിയാലോ എന്ന് ചോദിക്കുമ്പോഴാണ് വലിയൊരു ട്വിസ്റ്റ്. സത്യം എന്താന്ന് വെച്ചാൽ ഈ നിൽക്കുന്നതാണ് മെലീസ, അതായത് സ്റ്റേസിയുടെ ഇരട്ട സഹോദരി. ശരിക്കും ഈ ഐലൻഡിൽ വെച്ച് മിസ്സായിരിക്കുന്നത് സ്റ്റേസിയാണ്. മൈക്കിളിന് പോലും ഈ കാര്യം അറിയത്തില്ല.
ഇത് അവന്റെ ഭാര്യ സ്റ്റേസി അല്ല, അവളുടെ സഹോദരി മെലീസയാണെന്നുള്ള കാര്യം മൈക്കിളിന് അറിയത്തില്ല കേട്ടോ. ശരിക്കും എന്താ നടന്നതെന്ന് വെച്ചാൽ മെലീസയാണെങ്കിൽ ആളൊരു പ്രേമരോഗിയാ. ഓരോ മാസം അവരിങ്ങനെ ഓരോരുത്തരെ പ്രേമിക്കും. എന്നിട്ട് ബ്രേക്കപ്പ് ആകുമ്പം ഒരാഴ്ചത്തേക്ക് സ്റ്റേസിയുടെ വീട്ടിൽ താമസിക്കാൻ വരും. മൈക്കിളിനാണേലും മെലീസയെ ഒട്ടും ഇഷ്ടമല്ല. സ്റ്റേസി അവളുടെ ആനിവേഴ്സറിയുടെ അന്ന് ജോലിക്ക് പോകുന്നതിനെ ചൊല്ലി മൈക്കിളുമായിട്ട് വഴക്കിട്ടത് മുറിയിൽ കിടക്കുന്ന മെലീസ കേൾക്കും. സ്റ്റേസി പോയി കുറെ സമയം കഴിയുമ്പം ഈ മെലീസയ്ക്ക് മൈക്കിളിനോട് ഒരു ഇഷ്ടം തോന്നും. അവക്ക് സത്യത്തിൽ സ്റ്റേസിയുടെയും മൈക്കിളിന്റെ സ്നേഹത്തിൽ ഒരിച്ചിരി അസൂയയും കുശുമ്പും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് മെലീസ സ്റ്റേസിയുടെ ഒരു ഗൗൺ എടുത്തിട്ടിട്ട് അവളെ പോലെ ഒരുങ്ങി അവരുടെ ബെഡ്റൂമിൽ ചെന്നിക്കും. മദ്യപിച്ച് ബോധമില്ലാത്ത മൈക്കിള് മെലീസയെ കണ്ടിട്ട് അത് സ്റ്റേസി ആണെന്ന് കരുതി അവൾ പെട്ടെന്ന് ഇനി ജോലി നിർത്തിയിട്ട് ആനിവേഴ്സറി ആഘോഷിക്കാൻ വന്നതാണെന്ന് വിചാരിക്കും. അങ്ങനെ അവർ തമ്മിൽ പ്രണയിക്കുന്നതും കണ്ടോണ്ടാണ് സ്റ്റേസി കയറി വരുന്നത്. ഇത് കണ്ടിട്ട് ഷോക്കായ അവള് ബഹളം വെച്ച് പ്രശ്നം ഉണ്ടാക്കാതെ നേരെ കാറി ചെന്നിരിക്കും. എന്നിട്ട് മെലീസയെ അവിടേക്ക് വിളിപ്പിക്കും. കാര്യമൊക്കെ കഴിഞ്ഞപ്പം മെലീസയ്ക്ക് ഇപ്പം നല്ല വിഷമമുണ്ട്. അവള് സ്റ്റേസിയോട് പറ്റിപ്പോയതാ ക്ഷമിക്കെന്ന് പറയുമ്പം സഹോദരിയും ഭർത്താവും ചേർന്ന് ചതിച്ചോണ്ട് സ്റ്റേസിക്കിനി ഇവരെ രണ്ടുപേരെയും കാണണ്ട. സത്യത്തിലും മൈക്കിൾ നിരപരാധിയാ. മൈക്കിളിനെ ഇനി നീ എടുത്തോ, ഇനി ഒരിക്കലും തമ്മിൽ കാണത്തില്ലെന്നും പറഞ്ഞിട്ടാണ് സ്റ്റേസി മെലീസയോട് ദേഷ്യപ്പെട്ടിട്ട് പോകുന്നത്. കുറെ ദിവസമായിട്ടും അവൾ മടങ്ങി വന്നിട്ടുമില്ല. മെലീസ തൽക്കാലത്തേക്ക് സ്റ്റേസിയായിട്ട് ജീവിക്കാനും തുടങ്ങി. 1-2 മാസം ആയപ്പം മെലീസയ്ക്ക് ഭയങ്കര കുറ്റബോധം തോന്നിയിട്ട് സ്റ്റേസിയെ കുറിച്ച് തിരക്കിയപ്പം അന്ന് വഴക്കിട്ട സ്റ്റേസി റിസർച്ചിനായിട്ട് ഈ ഐലൻഡിലേക്കാണ് വന്നതെന്നുള്ള കാര്യം മെലീസയ്ക്ക് മനസ്സിലാവും. ഇവിടെ വന്ന് സ്റ്റേസിയെ കണ്ടുപിടിച്ചിട്ട് പിന്നെ മൈക്കിളിനോട് സത്യമൊക്കെ പറഞ്ഞ് അവരെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മെലീസ അവനെയും കൂട്ടി ഇവിടേക്ക് വന്നിട്ടുള്ളത്. പക്ഷെ ആന്റിയുടെ ഹെൽപ്പ് മെലീസയ്ക്ക് വേണം. കാരണം ആ കീ എലീഷയുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റാനായിട്ട് ആന്റി സഹായിക്കണം. അതുകൊണ്ടാണ് മെലീസ ഈ സത്യങ്ങളെല്ലാം അവനോട് തുറന്നു പറഞ്ഞത്. അതിനവൻ സമ്മതിക്കുകയും ചെയ്യും. അങ്ങനെ പാർട്ടി തുടങ്ങും. ഈ പാർട്ടി മൊത്തം 18+ വിഷ്വൽസ് ആയതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ. മൈക്കിൾ ആണേലും മെലീസയെ കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വം ജീനിനോട് പാർട്ടിയിൽ അടുപ്പം കാണിക്കുന്നുണ്ട്. പക്ഷെ മെലീസയ്ക്ക് അതൊന്നും വിഷയമല്ല. അവക്ക് എങ്ങനെങ്കിലും സ്റ്റേസിയെ കണ്ടെത്തണം, എന്നിട്ട് സത്യം പറയണം, അത്രേ ഉള്ളൂ. ഒലീവിയ ആണേല് ആന്റിയുടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അവന് എലീഷയുടെ അടുത്തേക്ക് പോകാനും പറ്റുന്നില്ല. അതുകൊണ്ട് അറിയാത്ത പോലെ അവൻ കുറച്ച് വൈൻ എടുത്തിട്ട് അവളുടെ ഡ്രസ്സിലേക്ക് ഒഴിക്കും. അത് ചേഞ്ച് ചെയ്യാനായിട്ട് ഒലീവിയ പോയതും ആന്റി നേരെ എലീഷയുടെ അടുത്ത് നിന്ന് ഡാൻസ് കളിച്ചിട്ട് പതിയെ അവൾ ശ്രദ്ധിക്കാതെ ആ കീ അടിച്ചു മാറ്റിയിട്ട് അത് മെലീസയ്ക്ക് കൊടുക്കും. ഇതും കണ്ടു വന്ന ഒലീവിയ ആണേല് എന്റെ കണ്ണ് തെറ്റിയ ഉടനെ ആ സ്റ്റേസിയുടെ പിന്നാലെ പൊക്കണം, ഇവിടുന്ന് നാട്ടിലെത്തിയ അന്ന് തന്നെ ഡിവോഴ്സ് ആണെന്ന് പറഞ്ഞ് വഴക്കിട്ടിട്ട് അവൾ മുറിയിലോട്ട് പോകും. കീ കിട്ടിയ മെലീസ നേരെ രഹസ്യ മുറിയിലേക്കാ പോകുന്നത്. അവിടെ എന്തോ പൂജയും മന്ത്രവാദവും ഒക്കെ ചെയ്യുന്ന സ്ഥലമാട്ടോ. അപ്പോഴാണ് മുഖം മറിച്ച് ഒരു സ്ത്രീയെ കെട്ടിയിട്ടിരിക്കുന്നത് അവൾ കാണുന്നത്. അതാരാന്നറിയാൻ അടുത്തേക്ക് ചെല്ലുമ്പം മറ്റൊരു ഭാഗത്തൂടി ആരൊക്കെയോ ആ മുറിയിലേക്ക് വരുന്ന ശബ്ദം മെലീസ കേൾക്കും. അവൾ ഉടനെ ആരും കാണാതെ മറിഞ്ഞിരിക്കും. അകത്തേക്ക് വന്നവര് അവരും ആ മൂങ്ങയുടെ കൂട്ടത്ത് മുഖംമൂടി ധരിച്ചിട്ടുണ്ട്. ഈ കെട്ടിയിട്ട സ്ത്രീയെ ഒരു വള്ളത്തിൽ കയറ്റിയിട്ട് ഐലൻഡിന്റെ മറ്റൊരു ഭാഗത്തോട്ട് പോകും. മെലീസയും അവര് കാണാതെ അവിടേക്ക് ചെല്ലും. എന്നിട്ട് അവള് ഒളിഞ്ഞു നിന്ന് എന്തവിടെ നടക്കുന്നതെന്ന് ശ്രദ്ധിക്കും. മുഖംമൂടി ധരിച്ചവര് കൊണ്ടുവന്ന സ്ത്രീയെ അവിടെ ഒരു മരത്തിനടുത്ത് നിർത്തിയിട്ട് എന്തൊക്കെയോ മന്ത്രം ചൊല്ലി മുഖത്ത് തുണി മാറ്റും. അത് കേറ്റാട്ടോ. അവക്കാണെങ്കിലും തീരെ ആരോഗ്യമില്ല. ഉപദ്രവിക്കരുത്, വെറുതെ വിടണം എന്നൊക്കെ ഇങ്ങനെ അവള് പറയുന്നുണ്ടെങ്കിലും പെട്ടെന്ന് അന്തരീക്ഷത്തിൽ നിന്ന് ഒരു മരം ഇങ്ങനെ താഴോട്ട് വരും. അതിൽ നിന്ന് കേറ്റിന്റെ അതേ രൂപത്തിലുള്ള എന്നാൽ പൂർണ്ണ നഗ്നമായിട്ടുള്ള ഒരു സ്ത്രീയുടെ രൂപം പുറത്തോട്ട് വരും. എന്നിട്ട് അത് കേറ്റിന്റെ രക്തം കുടിച്ചിട്ട് അവളുടെ ആത്മാവിനെ വലിച്ചെടുക്കും. അങ്ങനെ വന്ന രൂപത്തെ കൊണ്ട് എല്ലാരും പോയതും മെലീസ കേറ്റിനെ കെട്ടിയിട്ടിരിക്കുന്നിടത്തേക്ക് ഓടി ചെല്ലുമ്പോഴേക്കും കേറ്റ് മരിച്ചായിരുന്നു. പക്ഷെ കേറ്റിന്റെ ശരീരം ഒന്നും ഒലഞ്ഞതും പേടിച്ചു പോയ മെലീസ അപ്പുറത്തൊരു ചുള്ളിക്കമ്പുകൾക്കടുത്തേക്ക് വീഴും. അപ്പോഴാണ് അവക്ക് അവിടുന്ന് സ്റ്റേസിയുടെ ഡയറി കിട്ടുന്നത്. അവിടെ എന്തേലും ഉണ്ടോന്നറിയാനായിട്ട് ആ ചുള്ളിക്കമ്പ് മാറ്റി നോക്കുമ്പം സ്റ്റേസിയുടെ മൃതശരീരം അതിനടുത്തിരിക്കുന്നത് മെലീസ കാണും. സ്റ്റേസി മരിച്ചു കേട്ടോ. ഇനിയാണ് ശരിക്കും ഈ ദ്വീപിൽ എന്താ നടക്കുന്നതെന്ന് നമ്മളെ കാണിക്കുന്നത്. മെലീസയും മൈക്കിളും ചതിച്ച വിഷമം മറക്കാനായിട്ട് പഠിത്തത്തിൽ ശ്രദ്ധിച്ച സ്റ്റേസി പണ്ട് ബാബിലോണിലും സുമറിലും പിന്നെ യൂറോപ്പിലും ഒക്കെ ആളുകൾ പേടിക്കുന്ന സക്കബസ് എന്ന അർഡത്ത് ലില്ലി എന്നൊരു പിശാചിനെ ഈ ഐലൻഡിലുള്ളവര് രഹസ്യമായിട്ട് ആരാധിക്കുന്നുണ്ടെന്നും അതിനെ പ്രീതിപ്പെടുത്താനായിട്ട് ചില പൂജകൾ ചെയ്യാറുണ്ടെന്നും ഒക്കെ മനസ്സിലാക്കും. അങ്ങനെ അതിനെക്കുറിച്ച് അറിയാനായിട്ട് ഈ നാട്ടിലേക്ക് കുറച്ച് ടൂറിസ്റ്റുകൾക്കൊപ്പം അവളും വരും. ഇനി ഈ സക്കബസ് എന്നുള്ള യക്ഷിയുടെ സ്വഭാവം എന്താന്ന് വെച്ചാൽ ആളുകളെ വശീകരിച്ച് അവരുടെ മോശം സ്വഭാവം എന്താണോ അത് മനസ്സിലാക്കി അതിലൂടെ ആളുകളെ ആകർഷിച്ചിട്ട് അവരെ കൊല്ലും. അവരുടെ ആത്മാവിനെ എന്നിട്ട് ഈ സക്കബസ് തടവിലാക്കും. ഈ യക്ഷിക്ക് ആരുടെ രൂപത്തിലേക്ക് മാറാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ ഇരയെ ആ രൂപത്തിൽ ചെന്ന് കൊല്ലും. എങ്കിലേ അതിനിങ്ങനെ കാലാകാലം ശക്തിയോടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം സക്കബസ് ഉള്ളത് കേറ്റിന്റെ രൂപത്തിലാണ്. സക്കബസ് കൊല്ലുന്നവരുടെ ആത്മാക്കള് ശാന്തി കിട്ടാതെ ഈ ദ്വീപില് അലഞ്ഞു തിരിഞ്ഞ് നടപ്പുണ്ട്. കേറ്റാണെങ്കിൽ നിക്കിനെ പ്രലോഭിപ്പിച്ച് കൊണ്ടുപോകും.
പക്ഷേ കാര്യത്തോടടുക്കുമ്പം കേറ്റിന്റെ മുഖം കണ്ടിട്ട് നിക്ക് ഞെട്ടിപ്പോവും. അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് കേട്ടോ. ജീനാണേൽ നമ്മുടെ മൈക്കിളിനെ പ്രലോഭിപ്പിച്ചിട്ട് അവളുടെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോഴാണ് കട്ടിലിൽ കിടക്കാനായിട്ട് പോകുന്ന മൈക്കിളിന്റെ ദേഹത്ത് നേരത്തെ കേറ്റിന്റെ ദേഹത്ത് കൊണ്ടുപോലുള്ള ഒരു ചുള്ളിക്കമ്പ് കൊള്ളുന്നത്. പക്ഷെ അത് കണ്ടതും ജീനിന്റെ മുഖത്തൊരു ഭാവവ്യത്യാസം വരും. സക്കബസിന് ജീവിതത്തിൽ എന്തിനോടെങ്കിലും ആഗ്രഹമല്ല അത്യാർത്ഥിയോ അങ്ങനെയൊക്കെ ഉള്ളവരെ മാത്രമേ പെട്ടെന്ന് കീഴടക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് സ്റ്റേസിക്കൊപ്പം വന്ന എല്ലാവരുടെയും ആത്മാവിനെ അത് സ്വന്തമാക്കും. ഇത് മനസ്സിലാക്കിയ സ്റ്റേസി സക്കബസിനെ കുറിച്ച് കൂടുതലും മനസ്സിലാക്കിയിട്ട് അതിനെ ഇല്ലാതാക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കും. സക്കബസിനെ ഇല്ലാതാക്കാൻ അതിന് പേടിയുള്ള ബാബിലോണിയിലെ ഡെത്ത് വാട്ടർ വെച്ചിട്ട് സ്റ്റേസി മന്ത്രങ്ങളൊക്കെ ചൊല്ലി ഒരു ലിക്വിഡ് ഉണ്ടാക്കും. പക്ഷേ സ്റ്റേസിയുടെ ഈ പ്രവൃത്തി മനസ്സിലാക്കിയ സക്കബസിനെ ആരാധിക്കുന്നവരാണ് അന്ന് അവളെ ഓടിപ്പിച്ചതും പിന്നീട് സക്കബസിന് ബലി കൊടുത്തതും. ആ ലിക്വിഡാണ് സക്കബസിനെ ഇല്ലാതാക്കാൻ വേണ്ടെന്ന് മനസ്സിലായ മെലീസ ബോക്സ് തുറന്ന് അതെടുത്ത് നോക്കുമ്പോഴാണ് അതിനകത്തുനിന്ന് ഒരു ഫോട്ടോ താഴേക്ക് വീഴുന്നത്. അത് കണ്ട് മെലീസ ഞെട്ടിപ്പോവും. കാരണം അത് ജീനിന്റെ ഫോട്ടോയാട്ടോ. ജീനിന്റെ ഫോട്ടോയുടെ പുറകില് അവളുടെ ശരിക്കുള്ള പേര് തമാർ ആണെന്നും ഈ ഐലൻഡും ഈ റിസോർട്ടും എല്ലാം അവളുടെ സ്വന്തമാണെന്നും എഴുതിയിട്ടുണ്ട്. അപ്പോഴാണ് മുറിവ് പറ്റിയ മൈക്കിള് പാതി ബോധത്തില് അവിടേക്ക് വന്നിട്ട് ജീനാണ് ഇങ്ങനൊക്കെ ചെയ്തതെന്ന് മെലീസയോട് പറയുന്നത്. ഉടനെ മെലീസ അവനെയും കൊണ്ട് ആന്റിയുടെ മുറിയിലേക്ക് ചെല്ലും. എന്നിട്ട് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവരോടും കൂടെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് പറയും. ആരും അറിയാതെ 4 പേരുടെ രഹസ്യമായിട്ട് പുറത്തിറങ്ങിയതും ദാണ്ടെ പന്തം കൊളുത്തി പടയുമായിട്ട് ജീൻ നിൽക്കുന്നു. ഒന്നുകിൽ സക്കബസിനെ ആരാധിക്കുക, ഇല്ലേലും മരിക്കുക. ഇതിലേത് തിരഞ്ഞെടുക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെന്ന് അവൾ ചോദിക്കുമ്പം മൈക്കിൾ പെട്ടെന്ന് എനിക്ക് മരിക്കണ്ട, ഞാൻ ഇവർക്കൊപ്പം ചേരുവാന്നും പറഞ്ഞിട്ട് നേരെ ജീൻ്റെ അടുത്തേക്ക് പോവും. ജാവിയറും ഈ കൂട്ടത്തിലുള്ളതാട്ടോ. ഇത്രയും നാള് ഈ റിസോർട്ടില് റിട്രീറ്റിനെന്നും പറഞ്ഞിട്ട് ആളുകളെ കൊണ്ടുവന്ന് ഇവര് സക്കബസിന് ബലി കൊടുക്കുമായിരുന്നു. മെലീസയും എഡ്ഡിയെയും ഒലിവിയെയും കൊല്ലാനായിട്ട് സക്കബസിന് മനുഷ്യരെ ബലി നൽകുന്ന കത്തി എടുത്തിട്ട് ജീൻ എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് സക്കബസിനെ വിളിക്കാൻ പോയതും ജീനിന്റെ പുറകെ നിന്ന മൈക്കിള് ആ കത്തി ജീന്റെ കയ്യിൽ പിടിച്ചിട്ട് അവളുടെ തന്നെ നെഞ്ചിലേക്ക് കുത്തിയിറക്കും. ജീൻ മരിച്ചതും അവിടെ നിന്ന മൈക്കിളും ജാവിയറും പിന്നെ ബാക്കിയുള്ള ആ മുഖംമൂടികളും എല്ലാം ജീന്റെ കൂടെ മരിച്ചു വീഴും. അതെന്താന്ന് മനസ്സിലായോ? ജാവിയറും ബാക്കിയുള്ള ജോലിക്കാരും എല്ലാം ശരിക്കുള്ള മനുഷ്യരല്ലായിരുന്നു, എല്ലാം പ്രേതങ്ങളായിരുന്നു. ജീൻ മാത്രമാണ് ഈ കൂട്ടത്തിലെ ഏക മനുഷ്യജീവി. മൈക്കിളും മരിച്ച് സ്റ്റേസിയും മരിച്ച്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാന്ന് ആന്റി പറയുമ്പോഴാണ് കണ്ണാടിയിലെ സ്റ്റേസിയുടെ രൂപത്തെ മെലീസ കാണുന്നത്. സ്റ്റേസി ആഗ്രഹിച്ചത് സക്കബസിനെ ഇല്ലാതാക്കാനായിരുന്നല്ലോ. അതുകൊണ്ട് നിങ്ങൾ പൊക്കോ, എന്റെ സഹോദരിയോട് ചെയ്ത തെറ്റിന് പകരമായിട്ട് അവൾ ആഗ്രഹിച്ചതുപോലെ ആ പിശാചിനെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കിയിട്ടേ മെലീസ ഇവിടുന്ന് പോകുമെന്ന് അവൾ പറയുമ്പം ഒലീവിയയും ആന്റിയും കൂടെ ചേർന്നിട്ട് സക്കബസിനെ ഇല്ലാതാക്കാനായിട്ട് അവക്കൊപ്പം നിൽക്കാമെന്ന് തീരുമാനിക്കും. സക്കബസിനെ എങ്ങനെ ഇല്ലാതാക്കേണ്ടതെന്നും വ്യക്തമായിട്ട് സ്റ്റേസിയുടെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. സക്കബസ് ശരിക്കും നരകത്തിലിരുന്നിട്ട് 3 കണ്ണാടിയിലൂടെയാണ് മനുഷ്യരെ കാണുന്നതും അവരെ നിയന്ത്രിക്കുന്നതും. എന്നാൽ ഈ 3 മിററിലും സക്കബസ് അവന്റെ രൂപത്തെ കണ്ട ആളൊന്ന് കൺഫ്യൂസ്ഡ് ആവും. ആ സമയം സ്റ്റേസി തയ്യാറാക്കിയ ലിക്വിഡ് അതിന്റെ ദേഹത്തൊഴിച്ചിട്ട് എത്രയും പെട്ടെന്ന് അതിനെ തീ കത്തിക്കണം. തീ കത്തിക്കാനായിട്ട് സക്കബസ് മുന്നിലേക്ക് വരണ്ടേ? അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് സക്കബസിന് അവിഹിതം വലിയ ഇഷ്ടമാട്ടോ. ഈ കണ്ണാടിയുടെ മുൻപിൽ വെച്ച് അത്തരത്തിലൊരു അവിഹിതം നടന്ന സക്കബസ് അവിടെ വരും. അത് മനസ്സിലാക്കി സക്കബസിനെ ആക്രമിക്കണം. അതത്ര എളുപ്പമൊന്നുമല്ല. അങ്ങനെ 3 പേരും 3 വഴിക്ക് പോയിട്ട് ആ കാട്ടില് പല ഭാഗത്ത് സ്ഥാപിച്ച ആ 3 കണ്ണാടിയും കണ്ടുപിടിക്കും. ഇനി വേണ്ടത് അവിഹിതമാ. അതിനായിട്ട് മെലീസ ആന്റിയെ അവിടെ നിർത്തിയിട്ട് ഒലീവിയ മാറി നിൽക്കും. പരസ്പരം ഉമ്മ വെക്കുമ്പോഴാണ് പെട്ടെന്ന് ഒലീവിയ കരയുന്ന ശബ്ദം ഇവർ കേൾക്കുന്നത്. ഉടനെ ആന്റി, നീ ഇവിടെ നിൽക്ക്, ആ പിശാച് വന്നാൽ ലിക്വിഡ് ഒഴിക്കാൻ മറക്കരുത്, ഒലിവിയെ പോയി നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് ആന്റി പോവും. എന്നിട്ട് ഒലിവിയ ഇരുന്നിടത്ത് പോയി നോക്കുമ്പം അവൾ അവിടെ ഇല്ല. പെട്ടെന്ന് ആന്റി മെലീസയുടെ അടുത്ത് വന്നിട്ട് ആദ്യം സക്കബസിനെ തീർക്കാന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് അങ്ങ് ഊരും. മെലീസയും അത് സമ്മതിച്ച് കെട്ടിപ്പിടിക്കുമ്പോഴാണ് മറ്റൊരു ട്വിസ്റ്റ്. യഥാർത്ഥ ആന്റി മറിഞ്ഞിരുന്ന് സക്കബസിനെ ട്രാപ്പ് ചെയ്തതാ. മെലീസ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് യഥാർത്ഥ സക്കബസ്. അത് മെലീസയ്ക്ക് അറിയാട്ടോ. അവൾ ഉടനെ ലിക്വിഡ് സക്കബസിന്റെ ദേഹത്തേക്ക് ഒഴിക്കുമ്പം അത് അതിന്റെ യഥാർത്ഥ രൂപത്തിലോട്ടാവും. അതിന്റെ യഥാർത്ഥ രൂപം കണ്ടിട്ട് ഇവര് പേടിച്ചു ഒന്നും ചെയ്യാനാകാതെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് സക്കബസ് തടവിലാക്കിയ ആത്മാക്കള് ഇവരെ രക്ഷിക്കാനായിട്ട് വരുന്നത്. ആ കൂട്ടത്തിൽ സ്റ്റേസിയും ഉണ്ട്. അവളുടെ ആത്മാവ് പതിയെ മെലീസ തഴുകിയിട്ടാ പോകുന്നത്. അതോടെ മെലീസയും ആന്റിയും തീ കത്തിച്ചിട്ട് സക്കബസിന് നേരെ എറിഞ്ഞ് അതിനെ ഇല്ലാതാക്കും. മെലീസയോട് സ്റ്റേസിയുടെ ആത്മാവിനിപ്പം ഒരു ദേഷ്യമില്ല കേട്ടോ. സക്കബസ് ഇല്ലാതായതോടെ സ്റ്റേസി ഉൾപ്പെടെയുള്ള ആത്മാക്കൾക്ക് മോക്ഷം കിട്ടും. തിരികെ ഹെലികോപ്റ്ററിൽ കയറാനായിട്ട് പോകുമ്പോഴാണ് സ്റ്റേസിയുടെ ഡയറി റൂമിലാണ് അത് എടുത്തില്ലെന്നുള്ള കാര്യം മെലീസ ഓർക്കുന്നത്. അപ്പം അവളെ അവിടെ നിർത്തിയിട്ട് അതെടുക്കാനായിട്ട് ആന്റിയാണ് ഹോട്ടലിലേക്ക് പോകുന്നത്. എന്നാൽ അത് എടുത്തിട്ട് പുറത്തിറങ്ങുമ്പം ആന്റി പാസ് ചെയ്യുന്നതും ആ ഗ്ലാസുകൾ പൊട്ടാൻ തുടങ്ങും. കാര്യം എന്തെന്ന് മനസ്സിലായോ?
അകത്തേക്ക് പോയ ആന്റിയല്ല തിരികെ വന്നിരിക്കുന്നത്. അവനെ സക്കബസ് കൊന്നിട്ട് ആ രൂപത്തിൽ വന്നതാണ്. സക്കബസിനെ അങ്ങനെ ചുമ്മാ തീ കത്തിച്ചു വിട്ടാലൊന്നും അത് പോകത്തൊന്നുമില്ല. കൂടെയുള്ളത് സക്കബസാന്നറിയാതെ മെലീസയും ഒലിവിയയും അവനൊപ്പം നാട്ടിലേക്ക് പോകുന്നതും കാണിച്ച് ഈ സിനിമയ്ക്കവിടെ കർട്ടനിടുകയാണ് സുഹൃത്തുക്കളെ. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇതിലെ പല സീനും എക്സ്ട്രീം ന്യൂഡും സെക്ഷൽ വിഷ്വൽസും എല്ലാം ഉള്ളതാണ്. അതൊന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ സിനിമ സെറ്റാട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എത്രയും പെട്ടെന്ന് മറ്റൊരു അടിപൊളി സിനിമയുമായി കാണാം. ടാറ്റാ.